ഹായ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റെഡ്മി 8 ആണ്. 4GB 64GB ബ്ലൂ കളർ വേരിയൻ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷേ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 4GB 64GB റെഡ് കളർ വേരിയൻ്റ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. റെഡ്മി 8 സീരീസിൽ വരുന്ന എല്ലാ സ്മാർട്ട് ഫോണും നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്, റെഡ്മി നോട്ട് 8 ഒഴികെ. ഇപ്പോൾ റെഡ്മി പുതുതായിട്ട് 8 സീരീസിൽ തന്നെ റെഡ്മി 8 ഡ്യുവൽ എന്ന് പറഞ്ഞൊരു മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിങ് നമ്മുടെ ചാനലിൽ ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സംസാരിച്ച സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് റെഡ്മി 8 വരുന്ന ബോക്സ്. ബോക്സിൻ്റെ മുകളിലായിട്ട് റെഡ്മി 8ൻ്റെ ഫോട്ടോ നൽകിയിട്ടുണ്ട്. പിന്നെ 4GB റാമും 64GB സ്റ്റോറേജ് എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാരണം ഈ റെഡ്മി 8 ഒരു ഒറ്റ വേരിയൻറ്റിലാണ് വരുന്നത്. 4GB 64GB എന്ന ഒരു ഒറ്റ വേരിയൻറ്റിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇത് ബോക്സിൻ്റെ മുകളിലായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അടുത്ത് ബോക്സിൻ്റെ രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ റെഡ്മി 8 എന്ന ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ താഴ്ഭാഗത്തായിട്ടൊന്നും നൽകിയിട്ടില്ല. പിന്നെ ബോക്സിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ MRP കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 10,999 രൂപയാണ് ബോക്സിൽ വരുന്ന MRP. പിന്നെ ബോക്സിൽ എന്തൊക്കെ കണ്ടൻറ്റാണ് വരുന്നതെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു മൊബൈൽ ഫോൺ അഡാപ്റ്റർ, USB-C ടൈപ്പ് കേബിൾ, സിം ഇജക്ടർ ടൂൾ, യൂസർ ഗൈഡ് ആൻഡ് വാറൻറ്റി കാർഡ്, സോഫ്റ്റ് കേസ്. ഇതൊക്കെയാണ് ബോക്സിൻ്റെ ഉള്ളിലായിട്ട് വരുന്നത്. പിന്നെ ബോക്സിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മേലെ ഒരു ചെറിയ ബോക്സാണ് വരുന്നത്. ഈ ബോക്സിൻ്റെ ഉള്ളിലായിട്ടാണ് യൂസർ മാനുവൽ, വാറൻറ്റി കാർഡ്, സിം ഇജക്ടർ പിന്ന്, പിന്നെ ഫോൺ കേസും വരുന്നത്. അടുത്തായിട്ട് നമ്മളെ ഫോണാണ് വരുന്നത്. പിന്നെ ഇതിലൊരു USB-C ടൈപ്പ് കേബിളും നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു ചാർജിങ് അഡാപ്റ്ററുമാണ് വരുന്നത്. ഇത്രയുമാണ് ബോക്സിൻ്റെ ഉള്ളിലായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് നോക്കാം. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടണും പവർ ബട്ടണും വരുന്നത്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം കാർഡ് സ്ലോട്ട് വരുന്നത്. ഡ്യുവൽ നാനോ സിമ്മിൻ്റെ ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് ഇതിൽ വരുന്നത്. 512GB വരെ നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. പിന്നെ ഡ്യുവൽ വോൾട്ടേജ് സപ്പോർട്ടും റെഡ്മി ഇതിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. പിന്നെ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കും നൽകിയിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്ക്, പ്രൈമറി മൈക്രോഫോൺ, USB-C ടൈപ്പ് പോർട്ട്, പിന്നെ സ്പീക്കർ. ഇതൊക്കെയാണ് താഴ്ഭാഗത്തായിട്ട് വരുന്നത്. ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു LED ഫ്ലാഷ് മേലെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഡുവൽ ക്യാമറ സെറ്റപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ താഴെയാണ് ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. ഔറ മിറർ ഡിസൈൻ എന്നാണ് റെഡ്മി ഈ ഡിസൈനെ വിളിക്കുന്നത്. 6.22 ഇഞ്ച് ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. കോർണിംഗ് ഗോറില്ല 5 പ്രൊട്ടക്ഷൻ റെഡ്മി ഈ ഫോണിന് നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് കോൾകോം സ്നാപ്ഡ്രാഗൺ 439 പ്രൊസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അഡ്രിനോ 505 ആണ് ഇതിൻ്റെ GPU. 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഈ ഫോണിൽ 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും റെഡ്മി നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് 12 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സലാണ് റിയർ ക്യാമറ വരുന്നത്. 720p 1080p വീഡിയോസ് നമുക്ക് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിലൊരു 8 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് ഇതിൽ വരുന്നത്. ഈ റെഡ്മി 8 വയർലെസ് FM റേഡിയോ സപ്പോർട്ട് റെഡ്മി നൽകിയിട്ടുണ്ട്. അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ FM റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ആയിട്ട് ഇയർഫോൺ ഒന്നും പ്ലഗ് ഇൻ ചെയ്യേണ്ട ആവശ്യം ഈ ഫോണിൽ വരുന്നില്ല. പിന്നെ ഈ ഫോണിൽ എല്ലാ ഫോണിലും വരുന്നത് പോലെ ഫേസ് ലോക്ക് ഉണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഇതിലുണ്ട്. പിന്നെ ഈ ഫോണിലെ സെൻസേഴ്സ് എന്ന് പറയുന്നത് ആംബിയന്റ് ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ആക്സിലറോമീറ്റർ. പിന്നെ ഈ ഫോണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 156.48 mm, തിക്നെസ് 9.4 mm, വിഡ്ത്ത് 75.41 mm, വെയ്റ്റ് 188 ഗ്രാമുമാണ് വരുന്നത്. പിന്നെ ഈ ഫോൺ 4 കളറിലാണ് വരുന്നത്. ബ്ലാക്ക്, റെഡ്, ബ്ലൂ, ഗ്രീന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫോൺ ഒരൊറ്റ വേരിയൻറ്റിലാണ് വരുന്നത്. 4GB 64GB. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 7,999 രൂപയാണ്, അതായത് 8,000 രൂപ. ഒരു 8,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ 4GB റാമും 64GB ഇൻറ്റർണൽ സ്റ്റോറേജും ഉണ്ട്.
പിന്നെ കൂടാതെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ കറക്റ്റ് ഒരു 8000 രൂപ ഉണ്ട്. 8000 രൂപേൻ്റെ ഉള്ളിൽ ഒരു ഫോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ Redmi 8 ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. ഇല്ല കുഴപ്പമില്ല, ഒരു 1000 രൂപ എക്സ്ട്രാ ഇട്ട് എന്നെക്കൊണ്ട് ഫോൺ വാങ്ങാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ Realme 5i വാങ്ങാൻ വേണ്ടി ശ്രമിക്കാം. കാരണം ഈ രണ്ട് ഫോണും 4GB 64GB എന്ന ഒറ്റ വേരിയൻറ്റിലാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ പ്രൈസിനേക്കാളും ഒരു 1000 രൂപ കൂടുതലാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 8999 രൂപ, അതായത് 9000 രൂപ. ഈ ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 8000 രൂപ. ഈ രണ്ട് ഫോണും തമ്മിൽ നമുക്ക് 1000 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ Redmi 8നേക്കാളും നല്ലത് Realme 5i ആണ്. പിന്നെ ഈ Realme 5iൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ Redmi 8 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ വൈസ് ആയാലും ഫോണിൻ്റെ സൈസ് വൈസ് ആയാലും എല്ലാം Realme 5 ആണ് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് 8000 ആണെങ്കിൽ Redmi 8 വാങ്ങാം. അല്ല നിങ്ങളെ കൊണ്ട് ഒരു 1000 രൂപ എക്സ്ട്രാ എടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ Realme 5i വാങ്ങാം. ഞാൻ തീർച്ചയായിട്ടും Realme 5i വാങ്ങുള്ളൂ, അതുകൊണ്ടാണ് വാങ്ങി വെച്ചിരിക്കുന്നത്. ഇതും വാങ്ങിയതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഒരു 8000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ Redmi 8 വാങ്ങാം. ഒരു 1000 രൂപ എക്സ്ട്രാ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ Realme 5i വാങ്ങാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ബൈ. പിന്നെ ഒരു കാര്യം, Realme ഇപ്പോൾ പുതുതായിട്ട് ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, Realme C3. ആ ഫോൺ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ Redmi ഒരു പുതുതായിട്ടൊരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Realme ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ Redmi എന്തായാലും ലോഞ്ച് ചെയ്യുമല്ലോ. അപ്പോൾ Redmi 8A ഡ്യുവൽ എന്നൊരു മോഡൽ Redmi പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും ബുക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അപ്പം അത് മിസ് ചെയ്യാതെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ബൈ.